പരിചയപ്പെട്ടത് മാട്രിമോണിയിലാണ്. പിന്നെ നമ്മൾ ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തു, അതിന് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടൊരു മനുഷ്യനാണ്. ഞാൻ ഭയങ്കര ടോക്കറ്റീവാണ്, ആൾ അത്ര ടോക്കറ്റീവ് അല്ല, ആണ് ഇൻട്രോവേർട്ട് എന്ന് പറയാല്ലേ. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ കല്യാണത്തിലേക്ക് സ്വാഗതം. അവിടെ ചീത്ത പറഞ്ഞിട്ടിരിക്കുക, ഞങ്ങൾ ചെല്ലട്ടെ, കല്യാണം കഴിച്ചിട്ട് വരാന്നൊക്കെ. പക്ഷെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഞങ്ങൾ കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്നൊരു കപ്പിളാന്ന് ഫീൽ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ കല്യാണം കഴിക്കാം എന്നുള്ളൊരു ഇതെത്തിയത്. എൻ്റെ അമ്മയൊക്കെ എവിടെയാണോ? ഗുരുവായൂർ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചതൊന്നും ആയിരുന്നില്ല. പക്ഷെ പെട്ടെന്നൊരു ദിവസം നമുക്കൊരു തോന്നലുണ്ടായി, എന്നാൽ ഗുരുവായൂർ പോയി കല്യാണം കഴിച്ചാൽ. ഞങ്ങൾ കുറേ അമ്പലങ്ങളിങ്ങനെ നോക്കി, അടുത്തുള്ള അമ്പലം ഏതെങ്കിലും നോക്കാം എന്നൊക്കെ ആദ്യം ഇങ്ങനെ പ്ലാൻ ചെയ്തു. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പറയുക, ഗുരുവായൂർ കല്യാണം കഴിക്കാം. പിന്നെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ലൈക്ക് അതുവരെ കല്യാണം എന്നൊരു ഫീലായിരുന്നില്ല, നമ്മളൊരു ട്രിപ്പ് മോഡായിരുന്നു. എല്ലാവരും ഭയങ്കര അടിച്ചു പൊളിച്ച്. അത് കഴിഞ്ഞ് പെട്ടെന്ന് മണ്ഡപത്തിൽ കയറിയപ്പോഴാണോ അയ്യോ കല്യാണം കഴിക്കാൻ പോകണോ എന്നൊരു ഫീല് വന്നത്. അപ്പോൾ ഭയങ്കര നമ്മൾ ബ്ലാങ്ക് ആയിപ്പോയി. എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ കയറി നിന്നു, എല്ലാം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു ഫീലായിരുന്നു എനിക്ക്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എങ്ങനെ ഏട്ടന് എന്തെങ്കിലും ഓർമ്മയില്ല. ബ്ലാക്ക് ഔട്ടായിരുന്നു രണ്ടുപേരും. അവരെന്തൊക്കെയോ പറയുന്നു, അതുപോലെയൊക്കെ ചെയ്യുന്നു. അതായിരുന്നു ഞങ്ങളുടെ കല്യാണം. റോളർ കോസ്റ്റർ റൈഡ് പോലെയായിരുന്നു. ഇടയ്ക്ക് വഴക്കിടും, ഇടയ്ക്ക് കൂടും, അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, ബേസിക്കലി ഞങ്ങൾ നല്ല സ്നേഹമാണ്. അപ്പോൾ എത്ര വഴക്കിട്ട് കഴിഞ്ഞാലും തിരിച്ച് ഒരു ദിവസം ഒക്കെ മിണ്ടാവും. ഒരു ദിവസം പറ്റില്ല, അപ്പോൾ തന്നെ ഞങ്ങൾ മിണ്ടും.